ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 24-ാം ദശകം ആരംഭിക്കുകയാണ്. പ്രഹ്ലാദ ചരിതമാണ് ഈ അടുത്ത 2 ദശകങ്ങളിൽ പറയുന്നത്. 1-ാമത്തെ ശ്ലോകം: ഹിരണ്യാക്ഷേ പോത്രിപ്രവരവപുഷാ ദേവഭവതാ ഹതേ ശോകക്രോധഗ്ലപിത ധൃതിരേദസ്യ സഹജഃ ഹിരണ്യപ്രാരംഭ കശിപുരമരാരാധി സദസി പ്രതിജ്ഞാമാദേനെ തവ കിലവഥാർത്ഥം മുരരിപോ. ഹേ ദേവ, ഹിരണ്യാക്ഷേ പോത്രിപ്രവരവപുഷാ ഭവതാ ഹതേ. അല്ലയോ ഭഗവാനെ, ഹിരണ്യാക്ഷൻ വരാഹശ്രേഷ്ഠന്റെ രൂപം ധരിച്ച് നെന്തിരുവടിയാൽ ഹതനായപ്പോൾ ശോകക്രോധഗ്ലപിത ധൃതി, ദുഃഖം കൊണ്ടും ദേഷ്യം കൊണ്ടും സന്തോഷം ഇല്ലാതായ തസ്യ സഹജഃ, അവൻ്റെ സഹോദരനായ ഹിരണ്യപ്രാരംഭ കശിപു, ഹിരണ്യകശിപു. ഹേ മധുരിഭോ, അല്ലയോ മധുരിഭോ, തവ വധാർത്ഥം, അങ്ങേ വധിക്കുവാനായി അമരാരാധി സദസി, അസുരന്മാരുടെ സദസ്സിൽ വെച്ച്, സഭയിൽ വെച്ച് പ്രതിജ്ഞാം ആദേനേക്കില, പ്രതിജ്ഞ ചെയ്തു. അല്ലയോ മുരരിപുവായ ദേവ, മഹാവരാഹത്തിന്റെ രൂപം ധരിച്ച മഹാവിഷ്ണു ഹിരണ്യാക്ഷനെ വധിച്ചതായി 11-ാം ദശകത്തിൽ നാം കണ്ടതാണ്. ഈ വിവരം അറിഞ്ഞ ഹിരണ്യകശിപു ദുഃഖിതനും ക്രുദ്ധനുമായി തീർന്നു. ദുഃഖം കൊണ്ടും ക്രോധം കൊണ്ടും വിവേകം നശിച്ച ഹിരണ്യകശിപു അസുരപ്രമുഖന്മാരുടെ സദസ്സിൽ വെച്ച് ഞാൻ വിഷ്ണു ഭഗവാനെ വധിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തു. ഹിരണ്യകശിപുവിൻ്റെ ഈ പ്രതിജ്ഞ ബോധപൂർവം ചെയ്തതല്ലെന്ന് പറയാം. കാരണം ഭഗവാൻ അനാദിയും ശാശ്വതനുമാണെന്ന് അറിയാത്ത ആളല്ല ഹിരണ്യകശിപു. പക്ഷെ സഹോദരൻ നഷ്ടപ്പെട്ട അതിൻ്റെ ദുഃഖവും അവനെ വധിച്ച വിഷ്ണുവിനോടുള്ള ക്രോധവും തീവ്രമായപ്പോൾ അവൻ്റെ ബുദ്ധിയും വിവേകവും എല്ലാം നശിച്ചു. തനിക്ക് കഴിയുന്നതെന്തെന്നും കഴിയാത്തതെന്തെന്നും ഉള്ള വിവേകം ഇല്ലാതായതിൻ്റെ അടിസ്ഥാനത്തിലാവാം ഇങ്ങനെയൊരു പ്രതിജ്ഞ ചെയ്തത്. ഹിരണ്യാക്ഷേ പോത്രിപ്രവരവപുഷാ ദേവഭവതാ ഹതേ ശോകക്രോധ ഗ്ലപിത ധൃതിരേതസ്യ സഹജഃ ഹിരണ്യപ്രാരംഭ കശിപുരമരാരാധി സദസി പ്രതിജ്ഞാമാദേനെ തവ കില വധാർത്ഥം മുരരിപോ. 24-ാം ദശകത്തിലെ 2-ാമത്തെ ശ്ലോകം: വിധാതാരം ഘോരം സഖലു തപസി ത്വാനചിരത പുരഃസാക്ഷാത് കുർവൻ സുരനരമൃഗാദ്യൈരനിധനം വരം ലബ്ധ്വാ തൃപ്തോ ജഗദിഹ ഭവന്നായകമിദം പരിക്ഷുന്ദൻ ഇന്ദ്രാദഹരത ദിവം ത്വാമഗണയന്.
വിഷ്ണുവിനെ വധിക്കുമെന്ന് ശപഥം ചെയ്ത ആ ഹിരണ്യകശിപു എന്താ ചെയ്തത്? ബ്രാഹ്മണരെയും യജ്ഞങ്ങളെയും ഒക്കെ നശിപ്പിക്കാൻ തൻ്റെ ഭൃത്യരെ നിയോഗിച്ചു അത്രേ. തൻ്റെ ബന്ധുക്കളെ, ഹിരണ്യാക്ഷന്റെ ബന്ധുക്കളെ ആശ്വസിപ്പിച്ച ശേഷം ഹിരണ്യകശിപു തപസ്സിനായി മന്ദരപർവ്വതത്തിൻ്റെ താഴ്വാരത്ത് പോയി. ഭഗവാനെ കൊല്ലണമെങ്കിൽ ചില്ലറ ശക്തിയൊന്നും അല്ല വേണ്ടതല്ലേ. അപ്പം അതിനുവേണ്ടി തപസ് ചെയ്യാൻ പോയി. തപസ് വളരെ ഗംഭീരമായിരുന്നു എന്നാ പറയുന്നത്. കൈകൾ മുകളിലേക്ക് ഉയർത്തി ആകാശത്ത് നോക്കിക്കൊണ്ട് പെരുവിരലിൽ മാത്രം ഊന്നി നിന്നുകൊണ്ടുള്ള ഗംഭീര തപസ്സാണ് ഹിരണ്യകശിപു ചെയ്തത്. ആ തപസ് ലോകങ്ങളെ ദഹിപ്പിക്കാൻ തുടങ്ങി. ലോകനാശം ഭയന്ന ദേവന്മാരുടെ പ്രേരണ കൊണ്ട് ബ്രഹ്മദേവനെയാണ് ഭജിച്ചിരിക്കുന്നത്. ബ്രഹ്മദേവൻ പ്രജാപതികളോടൊപ്പം ഹിരണ്യകശിപുവിൻ്റെ മുന്നിൽ പ്രത്യക്ഷനായി. ബ്രഹ്മദേവനെ സ്തുതിച്ച ശേഷം ഹിരണ്യകശിപു ഇങ്ങനെ വളരെയധികം വരങ്ങൾ ആവശ്യപ്പെട്ടു. അതായത് ഒരു തരത്തിലും തനിക്ക് പരാജയമോ മൃത്യുവോ സംഭവിക്കരുത് എന്ന വരമാണ്. അത് ഒരു കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാമായിരിക്കും ഈ കഥ. ബ്രഹ്മസൃഷ്ടമായ ഒന്നിൽ നിന്നും മരണമുണ്ടാകരുത്. സൃഷ്ടിയിൽ പെടാത്തവയിൽ നിന്നും ആയുധങ്ങളിൽ നിന്നും മരണം സംഭവിക്കരുത്. ഉള്ളിലും പുറത്തും, അല്ലെങ്കിൽ പകലും രാത്രിയും, ഭൂമിയിലും ആകാശത്തിലും, മനുഷ്യരാലും മൃഗങ്ങളാലും, ദേവന്മാർ, അസുരന്മാർ, സർപ്പങ്ങൾ എന്നിവയാലും തനിക്ക് മരണം സംഭവിക്കരുത്. അത് മാത്രമല്ല, യുദ്ധത്തിൽ തനിക്ക് തുല്യനായി ആരും തന്നെ ഉണ്ടാകരുത്. തൻ്റെ തപോ യോഗപ്രഭാവങ്ങളും ഐശ്വര്യവും ഒരിക്കലും നശിക്കരുത്. അങ്ങനെ ഹിരണ്യകശിപു ചോദിച്ച വരങ്ങളെല്ലാം തന്നെ ബ്രഹ്മാവ് നൽകി. ബ്രഹ്മാവിന് അങ്ങനെയാണ്, എന്ത് ചോദിച്ചാലും അങ്ങോട്ട് കൊടുക്കും. അപ്പം എന്താ, ഈ സ്വർഗവും ഭൂമിയും ഉൾപ്പെടെ സകല ലോകങ്ങളും ഹിരണ്യകശിപു കീഴ്പ്പെടുത്തി. സകല വിഷ്ണുവിനെ ഒരിക്കലും പരിഗണിക്കാതെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. നിന്തിരുവടിയുടെ രക്ഷയിൽ കഴിയുന്ന ഈ ലോകത്തെ നശിപ്പിക്കുന്നവനായിട്ട് ആ ഹിരണ്യകശിപു ദേവേന്ദ്രനിൽ നിന്ന് സ്വർഗത്തെയും അപഹരിച്ചു. അതാണ്, എല്ലാ ലോകങ്ങളും ഹിരണ്യകശിപുവിൻ്റെ കാൽക്കീഴിലായി. ഭഗവാനെ ഒട്ടും തന്നെ പരിഗണിച്ചില്ല, അവഗണിച്ചുകൊണ്ട്. ഇതാണ് വരം നേടിയത് കൊണ്ടുണ്ടായ ഹിരണ്യകശിപുവിനുണ്ടായ നേട്ടം. വിധാതാരം ഘോരം സഖലു തപസിത്വാനചിരതഃ പുരഃസാക്ഷാത് കുർവൻ സുരനരമൃഗാദ്യൈരനിധനം വരം ലബ്ധ്വാ തൃപ്തോ ജഗദിഹ ഭവന്നായകമിദം പരിക്ഷുന്ദന്നിന്ദ്രാത് അഹരദദിവം ത്വാമഗണയന്നേ. ഇത് മൂന്നാമത്തെ ശ്ലോകം. നിഹന്തും ത്വാം ഭൂയസ്തവ പദമവാപ്തസ്യ ച റിപോർ ബഹിർദൃഷ്ടേരന്തർദധിത ഹൃദയേ സൂക്ഷ്മവപുഷാ നദന്നുച്ചൈസ്തത്രാപ്യഖില ഭുവനാന്തേ ച മൃഗയന് വിയായാദം മത്വാ സഖലു ജിതകാശീനിവ വ്രതേ. ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്ന് വളരെയധികം വരങ്ങളൊക്കെ കിട്ടിയപ്പോൾ
അഹങ്കരിച്ച് കോപാക്രാന്തന് ആണല്ലോ അങ്ങനെയുള്ള ഹിരണ്യകശിപു ഇനിയിപ്പോൾ എന്തായാലും വിഷ്ണുവിനെ കൊല്ലാൻ എനിക്ക് എളുപ്പമാണ് എന്ന് വിചാരിച്ച് വിഷ്ണുവിനെ വധിക്കാനായിട്ട് വൈകുണ്ഠത്തിലെത്തി. വൈകുണ്ഠത്തിൽ ചെന്നപ്പോൾ എന്താ വിഷ്ണുവിനെ കാണാനില്ല. ബഹിർദൃഷ്ടിയായ അയാൾക്ക് ഭഗവാനെ കാണാൻ കഴിഞ്ഞില്ല. നമ്മുടെ എന്താ പറയുക, ബാഹ്യദൃഷ്ടികൾ കൊണ്ട് ഭഗവാനെ അങ്ങനെ നേരിട്ട് കാണാൻ കഴിയില്ലല്ലോ. അതിന് അന്തർദൃഷ്ടി കൂടി ആവശ്യമാണ്. മാത്രമല്ല, ശോകം കൊണ്ടും ദുഃഖം കൊണ്ടും നഷ്ടപ്പെട്ട ബുദ്ധി വ്യാപാരമുള്ളവനാണ് ഹിരണ്യകശിപു അല്ലേ. ശോക ക്രോധ ഗ്ലപിത ധൃതി എന്നാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഭഗവാൻ എന്താ ചെയ്തത്? ഭഗവാൻ സൂക്ഷ്മ ശരീരനായി ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിൽ തന്നെ അന്തർധാനം ചെയ്തു. നോക്കണേ ഹിരണ്യകശിപുവിൻ്റെ കഷ്ടപ്പാട്. വേറെ എവിടെയും നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ ഉച്ചത്തിൽ ഗർജിച്ചുകൊണ്ട് അവൻ എല്ലാ ലോകങ്ങളിലും ഭഗവാനെ തിരിഞ്ഞു, എവിടെയും കാണാനില്ല. അപ്പോൾ എന്ത് വിചാരിച്ചു? തന്നെ പേടിച്ച് വിഷ്ണു എവിടെയോ ഓടിപ്പോയി ഒളിച്ചിരിക്കുകയാണ് എന്ന് വീമ്പിളക്കിക്കൊണ്ട് വിജയഗർവത്തോടെ ഹിരണ്യകശിപു വൈകുണ്ഠത്തിൽ നിന്ന് മടങ്ങി. ഇതിൽ നമുക്ക് വേറെ ഒരു സാധാരണ രീതിയിലുള്ള ആളുകളുടെ കാര്യങ്ങൾ കൂടി നമുക്കിതിൽ പറയാൻ കഴിയും. എന്താണെന്ന് വെച്ചാൽ, ഈശ്വരോന്മുഖതയുള്ള ഉപാസകർക്ക് പരോക്ഷമായി ഉള്ള ഒരു ഉപദേശമാണ് ഇവിടെ ആചാര്യൻ നൽകുന്നത്. അമ്പലങ്ങളിലും തീർത്ഥസ്ഥലങ്ങളിലുമൊക്കെ ഭഗവാനെ തേടുന്നവരുടെ കഥ ഇത് തന്നെയാണെന്നാണ് പറയുന്നത് അല്ലേ. ഭഗവത് ദർശനത്തിന് ബാഹ്യദൃഷ്ടി മാത്രം പോരാ, അന്തർമുഖത്വം വേണം. അതിന് മനസ്സ് ശാന്തമായിരിക്കണം. ഭഗവാൻ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അന്തര്യാമിയായ ഭഗവാനെ കാണാൻ തക്ക കണ്ണുണ്ടായാൽ അരൂപിയായ ഭഗവാനെ ബാഹ്യനേത്രങ്ങൾ കൊണ്ടും നമുക്ക് കാണാൻ കഴിയും. നിഹന്തും ത്വാം ഭൂയസ്തവ പദമവാപ്തസ്യ ജരിപോർ ബഹിർദൃഷ്ടേരന്തർദദിത ഹൃദയേ സൂക്ഷ്മവപുഷ നദന്നുച്ചൈസ്തത്രാപ്യഖില ഭുവനാന്തേ ച മൃഗയന് വ്യായാതം മത്വാ സകലു ജിതകാശീനിവ മൃതേ. ഇന്ന് ഭക്തോത്തംസനായ പ്രഹ്ലാദൻ്റെ ജനനമാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ കേൾക്കാൻ പോകുന്നത്. 24-ാം ദശകത്തിലെ 4-ാമത്തെ ശ്ലോകം. തതോസ്യ പ്രഹ്ലാദസമജനിസുതോ ഗർഭവസതൗ മുനേർവീണാപാണേരധിഗത ഭവദ്ഭക്തിമഹിമാ സ വൈ ജാത്യാ ദൈത്യ ശിശുരപി സമേത്യ ത്വയിരതിം ഗതസ്ത്വദ്ഭക്താനാം വരദ പരമോദാഹരണതാം. അല്ലയോ വരദനായ ഗുരുവായൂരപ്പ, അങ്ങനെ ഇരിക്കെ ഹിരണ്യകശിപുവിന് പ്രഹ്ലാദൻ എന്നൊരു മകൻ ജനിച്ചു. നമുക്കെല്ലാവർക്കും അറിയാതെ പ്രഹ്ലാദൻ ശിശുവായിരിക്കെ തന്നെ ഭഗവാനിൽ ഭക്തിയുള്ളവനായിരുന്നു. മാത്രമല്ല, പിന്നീട് ഭഗവത് ഭക്തന്മാരിൽ മുഖ്യരായവരുടെ ഇടയിൽ പ്രമുഖ സ്ഥാനവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ജാത്യ ദൈത്യനായ പ്രഹ്ലാദൻ ശിശുവായിരിക്കെ തന്നെ ഭഗവാനിൽ രതിയുള്ളവനായി തീർന്നതിൻ്റെ കാരണം എന്താണ്? അത് ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതിപ്രകാരമാണ്. ഹിരണ്യകശിപു തപസ്സിനായി പോയ സമയത്ത് ഇന്ദ്രൻ ദേവസൈന്യവുമായി അസുര രാജധാനി ആക്രമിക്കുകയും
ഹിരണ്യകശിപുവിൻ്റെ ഭാര്യയായ കയാധുവിനെ ബലമായി പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. കയാധു അപ്പോൾ ഗർഭിണിയായിരുന്നു. വഴിമധ്യേ നാരദ മഹർഷി അവരെ കണ്ടുമുട്ടുകയും കയാധുവിനെ മോചിപ്പിച്ച് തൻ്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. വളരെ സാധ്വിയായ കയാധു മുനിയെ പരിചരിച്ച് കഴിഞ്ഞ കാലത്ത് നാരദൻ ഭഗവാന്റെ മാഹാത്മ്യം കയാധുവിനെ കേൾപ്പിച്ചിരുന്നു. ഇതെല്ലാം ഗർഭസ്ഥനായ പ്രഹ്ലാദൻ കേൾക്കുകയും ജനനത്തിനു മുമ്പ് തന്നെ ഭക്തനും ധർമ്മജ്ഞനും ആയിത്തീരുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഹിരണ്യകശിപു തിരിച്ചെത്തി. കയാധു ഭർത്താവിൻ്റെ അടുക്കൽ മടങ്ങിയെത്തി. വൈകുണ്ഠത്തിലെത്തിയ ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിൽ സൂക്ഷ്മബുസ്സായി പ്രവേശിച്ച ഭഗവാൻ ഭക്തോത്തമനായ പ്രഹ്ലാദൻ്റെ അടുത്ത് തന്നെ കഴിയാൻ ഇടയായ ഒരു സാഹചര്യം ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ കഴിയും. അതായത് ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിലുമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രഹ്ലാദൻ്റെ സമീപത്തും ആരുണ്ട്? ഭഗവാൻ വിഷ്ണു ഉണ്ട്. തതോസ്യ പ്രഹ്ലാദ സമജനി സുതോ ഗർഭവസദൗ മുനേർവീണാപാണേരധിഗത ഭവദ്ഭക്തിമഹിമാ സ വൈ ജാത്യാ ദൈത്യ ശിശുരഭി സമേത്യ ത്വയിരതിം ഗതസ്ത്വദ്ഭക്താനാം വരദ പരമോദാഹരണതാം. ഇന്ന് 24-ാം ദശകത്തിലെ 5-ാമത്തെ ശ്ലോകമാണ്. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുവീരശിശിക്ഷച്ചിരമമം ഗുരുപ്രോക്തം ജസാമിതമിതം അഭദ്രായ ദൃഢമിത്യപാകുർവൻ സർവം തവ ചരണഭക്തീവ വവൃതേ. പ്രഹ്ലാദൻ്റെ പഠനകാലമാണ് ഇവിടെ വിവരിക്കുന്നത്. പ്രഹ്ലാദൻ ജാത്യാ ദൈത്യനാണെങ്കിൽ കൂടി അവൻ്റെ സ്വഭാവം അങ്ങനെയല്ല ആയിരുന്നില്ല. ഭഗവാനോടുള്ള ഭക്തി ഒക്കെയാണ് ഉള്ളത്. അസുരസാധാരണമല്ലാത്ത സ്വഭാവ വിശേഷങ്ങളാണ് ഉണ്ടായിരുന്നത്. അസുരന്മാർ ആ കുട്ടിയെ പരിഹസിക്കാൻ തുടങ്ങി. ഇവനെന്താ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് തങ്ങളുടെ ശത്രുവായ വിഷ്ണുപാദങ്ങളിലുള്ള ഭക്തിയും ദാസഭക്തി, ഭക്തദാസനാണല്ലോ, കണ്ടിട്ട് ഹിരണ്യകശിപു തൻ്റെ മകൻ്റെ ബുദ്ധി നേരെയാക്കാൻ വേണ്ടി ഗുരുക്കന്മാരെ, അധ്യാപകരെയൊക്കെ ചുമതലപ്പെടുത്തി. അധ്യാപകരെന്ന് പറയുമ്പോൾ ശുക്രാചാര്യരെ, അസുരന്മാരുടെ ഗുരുവാണ് ശുക്രാചാര്യർ. അദ്ദേഹത്തിൻ്റെ മക്കളെയാണ് ഏർപ്പെടുത്തിയത്. അവർ എല്ലാ വിദ്യകളും പ്രഹ്ലാദനെ പഠിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ ഗുരുവിൻ്റെ വാക്കുകളെ തൻ്റെ ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്ത പ്രഹ്ലാദൻ ഇത് ആ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ചിലതൊന്നും അത് അഭദ്രമാണ്, അമംഗളമാണ് എന്ന് ഓരോന്നിനെയും നിരാകരിച്ചു. ഭഗവാന്റെ ചരണങ്ങളിലുള്ള ഭക്തി സർവശാസ്ത്രങ്ങളിലുമുള്ള ജ്ഞാനമായി കുട്ടിയിൽ വളർന്നു വന്നു. ഗുരുവിൻ്റെ ഉപദേശങ്ങളെ നിഷേധിക്കാനും കൂടുതൽ മംഗളകരമായതും ആയ കാര്യങ്ങൾ നിർദ്ദേശിക്കാനും തക്ക പദവിയിലേക്ക് പ്രഹ്ലാദൻ ഉയർന്നു വന്നു. അതായത് ഗർഭസ്ഥനായിരിക്കെ തന്നെ കുറേയധികം അറിവുകൾ, നല്ല അറിവുകൾ, അതുപോലെ ഭഗവാനോടുള്ള ഭക്തി ഒക്കെ അദ്ദേഹത്തിന് ജന്മനാ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഗുരുക്കന്മാർ അസുരന്മാർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ
അതൊന്നും ശരിയല്ല എന്ന് അവരുടെ മുഖത്ത് നോക്കി നിങ്ങൾ പറഞ്ഞളേ അല്ലേ. ചില കുട്ടികളില്ലേ, നന്നായി പഠിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ ഗുരുക്കന്മാരെക്കാളും മിടുക്കന്മാരായിരിക്കും. ഇപ്പോൾ ഗുരുവിന് എന്തെങ്കിലും ഒരു പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യും? നല്ല വിദ്യാർത്ഥികളാണെങ്കിൽ, അറിവുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർ ഗുരുവിനെ ചോദ്യം ചെയ്യും, അല്ലെങ്കിൽ അത് ശരിയല്ല, സാറ് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞളയും. അതുപോലെ ആയിരുന്നു പ്രഹ്ലാദൻ. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുവിരശിശിക്ഷച്ചിരമമം ഗുരുപ്രോക്തം ച ഇതമിതമഭദ്രായ ദൃഢമിത്യപാകുർവൻ സർവം തവ ചരണഭക്ത്യൈവ വവൃഥേ. 24-ാം ദശകത്തിലെ 6-ാമത്തെ ശ്ലോകമാണ് ഇന്ന്. അധീതേഷു ശ്രേഷ്ഠം കിമിതി പരിപൃഷ്ടേ തദനയേ ഭവദ്ഭക്തിം വര്യാമഭിഗദതി പര്യാകുലതൃതിഃ ഗുരുഭ്യോ രോഷിത്വാ സഹജമതിരസ്യേത്യഭിവിദൻ വധോപായാനസ്മിൻ വ്യതനുത ഭവത്പാദശരണേ. ഹിരണ്യകശിപു മകൻ്റെ സ്വഭാവം നേരെയാക്കാനായിട്ട് ഗുരുക്കന്മാരെയൊക്കെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു ദിവസം വാത്സല്യത്തോടെ മകനെ വിളിച്ച്, എടാ നിൻ്റെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? നീ ഏതുവരെ പഠിച്ചു? പഠിച്ചതിൽ ഏറ്റവും മഹത്തായത്, ശ്രേഷ്ഠമായത് എന്താണ് എന്നും പറ്റും ചോദിച്ചു അല്ലേ. സാധാരണ അച്ഛനമ്മമാർ അങ്ങനെയാണല്ലോ, പഠിക്കാൻ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ ചോദിക്കണം എന്താണ് അവിടെ പഠിപ്പിച്ചത് എന്നെല്ലാം അറിയണമല്ലോ. അതുപോലെ ഹിരണ്യകശിപു ചോദിച്ചു. ഇത് കേട്ട് അപ്പോൾ പ്രഹ്ലാദൻ എന്താ പറഞ്ഞത്? ഞാൻ പഠിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താന്ന് വെച്ചാൽ ഭഗവാനിലുള്ള, വിഷ്ണു ഭഗവാനിലുള്ള ഭക്തിയാണ്. ഇത് കേട്ടതും നമ്മുടെ ഹിരണ്യകശിപുവിന് അതുവരെ ഇല്ലാത്ത ആ ഒരു രൂപം, ദേഷ്യം അങ്ങോട്ട് വന്ന് എല്ലാവരോടും ദേഷ്യമായി. പഠിപ്പിച്ച ഗുരുക്കന്മാരോടും ദേഷ്യം, അവരോട് കയർക്കാൻ തുടങ്ങി. നിങ്ങൾ എന്തായി എൻ്റെ കുട്ടിയെ പഠിപ്പിച്ചത് ഇത്രയും കാലം എന്നൊക്കെ ചോദിച്ച് ആകെ വിഷമായി. അപ്പോൾ അവരെന്ത് പറഞ്ഞു ഗുരുക്കന്മാർ? അത് ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല, കാരണം ഇവന് ജന്മനാ ലഭിച്ചതാണ് ഈ വിഷ്ണു ഭക്തി. അത് ഞങ്ങളിപ്പോൾ വേറെ പഠിപ്പിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കുറേ തല്ലി ശിക്ഷിച്ചത് കൊണ്ടോ ഒന്നും മാറ്റാൻ കഴിയില്ല എന്നവർ പറഞ്ഞു. തൻ്റെ സഹോദരനെ വധിക്കുകയും തന്നെ പേടിച്ച് ഒളിക്കുകയും ചെയ്ത വിഷ്ണുവിൻ്റെ ദാസ്യം ജീവിത ലക്ഷ്യമായി കരുതുകയും അത് തൻ്റെ നേരെ നിന്ന് പറയുകയും ചെയ്തവൻ ഏതവനായാലും അല്ലേ, തൻ്റെ പുത്രനായാലും വധിക്കുക തന്നെ വേണമെന്ന് ഹിരണ്യകശിപു നിശ്ചയിച്ചു. മകനായതുകൊണ്ട് നേരിട്ട് വധിക്കാനും പ്രയാസം അല്ലേ. മാത്രമല്ല ഭഗവാന്റെ പാദങ്ങൾ ശരണമായി സ്വീകരിച്ച പ്രഹ്ലാദനെ നശിപ്പിക്കാൻ എളുപ്പമല്ല എന്ന് ഹിരണ്യകശിപുവിനറിയാം. അപ്പോൾ അവനെ വധിക്കുന്ന എന്തെങ്കിലും ഉപായം കൊണ്ടേ വധിക്കാൻ പറ്റുള്ളൂ എന്ന് ഹിരണ്യകശിപുവിന് നന്നായിട്ട് അറിയാം. അങ്ങനെയുള്ള ഉപായങ്ങൾ കണ്ടെത്താനാണ് ശ്രമിച്ചത്. അഹങ്കാരം കൊണ്ട് വിവേകം നശിച്ച ഒരാൾക്ക് തൻ്റെ പരിമിതികൾ സ്വയം അംഗീകരിക്കാൻ കഴിയില്ല. എത്ര അറിവുള്ള ആളാണെങ്കിലും. അതുപോലെയാണ് ഹിരണ്യകശിപു. ആൾക്ക് അഹങ്കാരം കൊണ്ട് വിവേകം നശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഭഗവാനെ വധിക്കാനൊന്നും കഴിയില്ല എന്ന് അദ്ദേഹം നേരത്തെ വിചാരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഭഗവാനെ സേവിക്കുന്ന ആളുകളെ കൊല്ലാനും
എളുപ്പമല്ല എന്നുള്ള കാര്യം ഹിരണ്യകശിപുവിന് അറിയാതെ പോയി. അധീതേഷു ശ്രേഷ്ഠം കിമിതി പരിപൃഷ്ടേതനയേ ഭവദ്ഭക്തിം വര്യാമഭിഗദതി പര്യാകുലധൃതിഃ ഗുരുഭ്യോ രോഷിത്വാ സഹജമതിരസ്യേത്യഭിവിദൻ വധോപായാനസ്മിൻ വ്യതനുദ ഭവത്പാദശരണേ. 24 ദശകത്തിലെ 7ാമത്തെ ശ്ലോകമാണ് ഇന്ന്. സ ശൂലൈരാവിദ്ധ സുബഹുമതിതോ ദിഗ്ഗജഗണൈഃ മഹാസർപ്പൈർദൃഷ്ടോ പ്യനശനം ഗരാഹാര വിദുതഃ ഗിരീന്ദ്രാവാക്ഷിപ്തോപ്യഹ പരമാത്മന്നൈ വിഭോ ത്വയി ന്യസ്താത്മത്വാത് കിമപി ന നിപീഡാമഭജത. കഴിഞ്ഞ ശ്ലോകത്തിൽ പ്രഹ്ലാദനെ വധിക്കുന്നതിനുള്ള ഉപായം സ്വീകരിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ ഉപായങ്ങളെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ വിസ്തരിക്കുന്നത്. എന്തൊക്കെയാണ് ചെയ്തത് ആ ഒരു കുട്ടിയെ കൊല്ലാനായിട്ടൊന്ന് നോക്കൂ. അനേകം ഭടന്മാർ ശൂലങ്ങൾ കൊണ്ട് ആ കുട്ടിയെ, പ്രഹ്ലാദനെ പിളർക്കാൻ ശ്രമിച്ചു. ഒന്നും സംഭവിച്ചില്ല. ദിഗ്ഗജങ്ങളുടെ സഹായത്തോടെ വധിക്കാൻ ശ്രമിച്ചു. ദിഗ്ഗജങ്ങൾ എന്ന് പറയുമ്പോൾ 8 ദിക്കുകളെ താങ്ങി നിൽക്കുന്ന ഈ ആനകൾ 8ഉം ചേർന്ന് ചവിട്ടുകയും കുത്തുകയും എടുത്തെറിയുകയും ഒക്കെ ചെയ്തത്രേ. എന്നിട്ടും പ്രഹ്ലാദനൊന്നും തന്നെ സംഭവിച്ചില്ല. പിന്നെ അങ്ങനെ ആയപ്പോൾ മഹാസർപ്പങ്ങളെ കൊണ്ട് കടിപ്പിച്ചു. തക്ഷകൻ, കാർക്കോടകൻ, കാളിയൻ തുടങ്ങി ഉഗ്ര വിഷമുള്ള സർപ്പങ്ങളെ കൊണ്ട് പ്രഹ്ലാദനെ കടിപ്പിച്ചു. ഇതെല്ലാം പരാജയപ്പെട്ടപ്പോഴേ വേറൊരു ഉപായം തേടി. പ്രഹ്ലാദനെ പട്ടിണി കിട്ടു, ഒന്നും കൊടുത്തില്ല. വളരെ കാലം ആഹാരമില്ലാതെ കഴിഞ്ഞിട്ടും പ്രഹ്ലാദനൊന്നും സംഭവിച്ചില്ല. അപ്പം എന്തായി? വിഷം കലർന്ന ഭക്ഷണം കൊടുത്തു നോക്കി. വിഷശക്തി അവനെ ഒട്ടും തന്നെ ബാധിച്ചില്ല. പിന്നെന്ത് ചെയ്തു? പർവ്വതത്തിൻ്റെ കൊടുമുടിയുടെ മുകളിൽ നിന്ന് താഴത്തേക്ക് എറിഞ്ഞു. ഭൂമിദേവി തൻ്റെ തൃക്കൈകൾ കൊണ്ട് പ്രഹ്ലാദനെ താങ്ങിയെടുത്തു. ഇങ്ങനെ പലതരത്തിലുള്ള വധോപായങ്ങൾ പ്രയോഗിച്ചുവെങ്കിലും പ്രഹ്ലാദന്റെ ജീവനൊരാപത്തും തന്നെ ഉണ്ടായില്ല. എന്താ? ഭഗവാനിൽ ന്യസ്തമായ ആത്മാവോട് കൂടിയവനായതുകൊണ്ടാണ് പ്രഹ്ലാദന് ഒരു പോറൽ പോലും ഏൽക്കാതിരുന്നത്. പരമാത്മാവിൻ്റെ പൂർണ്ണ ചുമതലയിലായിരുന്നു പ്രഹ്ലാദന്റെ സംരക്ഷണം. എന്താ അല്ലേ? ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും തന്നെ സംഭവിക്കില്ല എന്ന് ചുരുക്കം. സ ശൂലൈരാവിത്ത സുബഹുമതിതോ ദിഗ്ഗജഗണേർ മഹാസർപ്പൈർദഷ്ടോ പ്യനശന ഗരാകാരവിദുതഃ ഗിരീന്ദ്രാവാക്ഷിപ്തോപ്യഹ പരമാത്മന്നൈ വിഭോ ത്വയി ന്യസ്താത്മത്വാത് കിമപി ന നിപീഡാമഭജത. എട്ടാമത്തെ ശ്ലോകമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. തദശങ്കാവിഷ്ട സ പുനരതി ദുഷ്ടോസ്യ ജനകോ ഗുരുക്ത്യാ തദ്ഗേഹേ കില വരുണപാശൈസ്തവരുണത് ഗുരോശ്ച സാന്നിധ്യേ
സജ പുനരനുഗാൻ ദൈത്യതനയാൻ ഭവദ്ഭക്തേസ്തത്വം പരമമപി വിജ്ഞാനമശിഷത്. നിസ്സാരനായ ഒരു ബാലനെ വധിക്കാൻ ലോകജേതാവായ ഹിരണ്യകശിപുവിന് കഴിയുന്നില്ല. അതോർത്ത് ഹിരണ്യകശിപു ശങ്കാകുലനായി തനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് ഭയന്ന ദുഷ്ടനായ അവൻ, പരമദുഷ്ടനായ അവൻ, കാരണം ഒരു കൊച്ചുകുട്ടിയെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഇത്രയും ഒക്കെ ആയിട്ടും അവന് മനസ്സിലാവുന്നില്ല അത് സാധ്യമല്ല എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും പരമദുഷ്ടൻ തന്നെയല്ലേ. എങ്കിലും ഗുരുവുമായി ആലോചിച്ചു. കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിലും വരുണപാശങ്ങൾ കൊണ്ട് ബന്ധിച്ച് അവനെ സ്വതന്ത്രഗതി മുടക്കി ഗുരുവിൻ്റെ ആശ്രമത്തിൽ കുട്ടിയെ പാർപ്പിക്കാനാണ് ഗുരു ഉപദേശിച്ചത്. അവന് എവിടെയും പോണ്ട, എൻ്റെ അടുത്ത് തന്നെ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ഗുരുകുലത്തിൽ അവനെ വരുണപാശം കൊണ്ട് കെട്ടിയിട്ടു. അങ്ങനെ ആശ്രമത്തിൽ തടവിലെന്ന പോലെ കഴിയുന്ന സമയത്തും പ്രഹ്ലാദനൊരു കുലുക്കുമില്ല, അവനൊരു ദുഃഖമുണ്ടായില്ല. ഗുരു അവനെന്താ പഠിപ്പിക്കുന്നത്? അസുരന്മാർക്ക് ആവശ്യമായ വിദ്യകളാണ്, ആസുര വിദ്യകൾ. അതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഗുരു ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യും? മറ്റു കുട്ടികളുണ്ട് ഗുരുകുലത്തിൽ. ആ ദൈത്യബാലന്മാരെയൊക്കെ ഭഗവാന്റെ കാര്യങ്ങൾ, എന്താ പറയുക, ഭക്തിയെക്കുറിച്ചും പരമമായ വിജ്ഞാനത്തെക്കുറിച്ചും ഒക്കെ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ എന്തേ വേണ്ടു? പ്രഹ്ലാദനെ ശിക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവനെ നന്നാക്കാൻ വേണ്ടി ഗുരുകുലത്തിൽ പൂട്ടിയിട്ടപ്പോൾ മറ്റ് ദൈത്യബാലന്മാരെല്ലാം തന്നെ വിഷ്ണു ഭക്തന്മാരായി തീർന്നു. ഇതാണ് അവിടെ സംഭവിച്ചത്. തതശങ്കാവിഷ്ടസ്സ പുനരതി ദുഷ്ടോസ്യ ജനകോ ഗുരുക്ത്യാ തദ്ഗേഹേ കില വരുണപാശൈസ്തമരുണത് ഗുരോശ്ചാ സാന്നിധ്യേ സജ പുനരനുഗാൻ ദൈത്യതനയാൻ ഭവദ്ഭക്തേസ്തത്വം പരമമപി വിജ്ഞാനമശിഷത്. 24-ാം ദശകത്തിലെ 9-ാമത്തെ ശ്ലോകം. പിതാ ശൃണ്വൻ ബാലപ്രകരമഖിലം തത്സ്തുതിപരം രുഷാന്തപ്രാഹൈനം കുലഹതക കസ്തേ ബലമിതി ബലം മേ വൈകുണ്ഠ തവ ച ജഗദാം ചാപി സബലം സയേവ ത്രൈലോക്യം സകലമിതി ധീരോയമഗതീത്. വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണിത്. എല്ലാ ലോകങ്ങൾക്കും ബലമായിട്ടുള്ള ഭഗവാനെ കുറിച്ചാണ് പ്രഹ്ലാദൻ ഇവിടെ പറയുന്നത്. ഒരു രക്ഷയില്ല ഹിരണ്യകശിപുവിന്. എന്ത് ചെയ്തിട്ടും മകൻ നേരാവുന്നില്ല അല്ലേ? വരുണപാശം കൊണ്ട് കെട്ടിയിട്ട് നല്ല ശീലം പഠിപ്പിക്കാനാണ് അവസാനമായി ഹിരണ്യകശിപു ശ്രമിച്ചത്. അത് നടന്നില്ലെന്ന് മാത്രമല്ല, മറ്റു കുട്ടികളെയും വിഷ്ണു ഭക്തന്മാരാക്കി തീർത്തു നമ്മുടെ പ്രഹ്ലാദൻ. ഇതറിഞ്ഞതോടുകൂടി ഹിരണ്യകശിപുവിന് കോപം കൊണ്ട് കണ്ണു കാണാതായി, കോപാന്തനായി. മകനെ ഇങ്ങോട്ട് വരുത്തി മുന്നിൽ. എന്നിട്ട് ചോദിച്ചു, അല്ലേ ചിലർ പറയില്ലേ, നീ എൻ്റെ കുലം മുടിക്കുന്നവനാണ്, കുലഹതക, കുലത്തെ നശിപ്പിക്കുന്നവനെ, ആരാടാ നിന്റെ ബലം? നിന്റെ ബലം ആരാണ് എന്ന് ചോദിച്ചു. അതിന് മറുപടിയായി പ്രഹ്ലാദൻ പറഞ്ഞ വാക്കുകൾ ഭാഗവത സാരമായി തന്നെ കണക്കാക്കാമെന്നാണ് ഇവിടെ ഭട്ടതിരി പറയുന്നത്. എന്താണ് പറഞ്ഞത്? ബലം മേ വൈകുണ്ഠ തവ ച ജഗദം ചാപി സബലം. എന്റെ ബലം എന്താണ് ചോദിച്ചാൽ വൈകുണ്ഠപതിയായ മഹാവിഷ്ണുവാണ്.
തവച ജഗതാം ചാപിസബലം, അങ്ങയുടെയും ഈ ജഗത്തിൻ്റെയും ഈ ലോകത്തിൻ്റെയും ബലം ഭഗവാൻ തന്നെയാണ്. സയേവ ത്രൈലോക്യം സകലം ഇതി, ഈ ലോകം തന്നെ, ഈ 3 ലോകങ്ങളും ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ ബലം തന്നെയാണ്. എൻ്റെ ബലം വൈകുണ്ഠനായ മഹാവിഷ്ണുവാണ്. എൻ്റെ മാത്രമല്ല, ഭഗവാൻ തന്നെയാണ് അങ്ങയുടെയും ബലം. അതുപോലെ സർവ ജഗത്തിൻ്റെയും ബലം അവിടുന്ന് തന്നെ. ത്രിഭുവനമാകെ ഭഗവത് രൂപമായിരിക്കെ ഭഗവാൻ തന്നെയാണ് എല്ലാം എന്നാണ് ആ ധീരനായ മകൻ പിതാവിൻ്റെ മുഖത്ത് നോക്കി അങ്ങോട്ട് പറഞ്ഞത് അല്ലേ. അതിന് ആ ഒരു ധൈര്യം ഭഗവാന്റെ ഭക്തന്മാർക്ക് ഉള്ളൊരു ധൈര്യമാണിത്. അച്ഛനാണെങ്കിലും ആരാണെങ്കിലും മുഖത്ത് നോക്കി കാര്യം പറയുക അല്ലേ, അതൊരു വലിയ കാര്യം തന്നെയാണ്. പിതാ ശൃണ്വൻ ബാലപ്രകരമഖിലം ത്വത്സ്തുതിപരം രുഷാന്തപ്രാഹേനം കുലഹതക കസ്തേ ബലമിതി ബലം മേ വൈകുണ്ഠ തവ ജഗതാം ചാപി സബലം സയേവ ത്രൈലോക്യം സകലമിതി ധീരോയമഗതീത്. 24-ാം ദശകത്തിലെ 10-ാമത്തെ ശ്ലോകമാണ്. അരേ ക്വാസൗ ക്വാസൗ സകല ജഗദാത്മാ ഹരിരിതി പ്രഭിന്ദേ സ്മസ്തംഭം ചലിത കരവാളോദിതി സുധാ അധ പശ്ചാത് വിഷ്ണോ നഹി വദിതുമീശോസ്മി സഹസാ കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മൃദയമാം. പുത്രന്റെ വാക്കുകൾ കേട്ട് ഹിരണ്യകശിപു ആകെ അസ്വസ്ഥനായി ദേഷ്യം വന്ന് കരവാളിളക്കിക്കൊണ്ട് ചാടി എഴുന്നേറ്റ്. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഈ സകല ജഗത് രൂപൻ എന്ന് പറഞ്ഞ ആ ഹരി എവിടെ അവൻ എന്ന് ഗർജിച്ചുകൊണ്ട് അടുത്തുണ്ടായിരുന്ന ഒരു സ്തംഭത്തിൽ, ഒരു തൂണിൽ മുഷ്ടി ചുരുട്ടി ആഞ്ഞിടിച്ചു. അത്രയും ശക്തിയുള്ള ഒരാളാണ്. കരവാളിളക്കി കരവാള് കൊണ്ട് മകനെ വെട്ടാനൊന്നും പോയില്ല. ആ ദേഷ്യം മുഴുവൻ ആ സ്തംഭത്തിൽ തീർത്തു. സ്തംഭത്തിന് മുഷ്ടി കൊണ്ടൊരൊറ്റ ഇടി. ആ ഇടി കൊണ്ട് സ്തംഭം പൊട്ടി പിളർന്നു. ആ ശക്തി നോക്കണേ, ശക്തി മാത്രമല്ല ദേഷ്യം, അത്രയ്ക്ക് ദേഷ്യം വന്നിരിക്കുകയാണ് ഹിരണ്യകശിപുവിന്. പിന്നീടുണ്ടായ കാര്യങ്ങളൊന്നും നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല. പെട്ടെന്ന് അതിനുള്ള കഴിവില്ല എന്നാണ് കവി പറയുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അടുത്ത് സംഭവിക്കാൻ പോകുന്നത് എന്താ? ആ തൂണിൽ നിന്ന് നരസിംഹം അവതരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തുടർന്നുണ്ടാകുന്ന ആ ഭീകര രംഗത്തെ നമുക്ക് അടുത്ത ദശകത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ആചാര്യനോടൊപ്പം തന്നെ കരുണാമൂർത്തിയും വിശ്വരൂപനുമായ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. അരേ ക്വാസൗ ക്വാസൗ സകല ജഗദാത്മാ ഹരിരിതി പ്രഭിന്ദേ സ്മസ്തംഭം ചരിത കരവാളോ ദിദിസുതഃ അധ പശ്ചാത് വിഷ്ണോ നഹി വദിതുമീശോസ്മി സഹസാ കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മൃഡയമാം. ഭഗവാനെ, ഗുരുവായൂരപ്പ, ഞങ്ങളെ ഏവരെയും
രക്ഷിക്കണമേ. ഈ ജഗത്തിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനാണ്, എല്ലാവരെയും കാത്തു രക്ഷിക്കണമേ.